നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദി കോൺസെപ്റ്റ് ഓഫ് IQ, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നിന്ന് നമ്മൾ പതിയെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരിക്കും അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പം ബിഗിനിങ് മാത്രമാണ് അത്. അതിനുശേഷമായിരിക്കും നമ്മൾ അടുത്തടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോട്ട്സ് ഓൾറെഡി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് വെക്കാം. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് IQ ആണ്. IQ നമ്മൾ നമ്മുടെ എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നമ്മുടെ ബുദ്ധിശക്തിയെ, നമ്മുടെ ഒരു മെമ്മറി പവർ എന്നത് മാത്രമല്ല, നമ്മുടെ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീനെ മൊത്തമായിട്ട് ഒരു എവിഡൻസ് ബേസ് ചെയ്ത് അത് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാൻ ഒരു ശ്രമം ആദ്യമായിട്ട് നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. ആൽഫ്രഡ് ബിനെ, ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്, മനഃശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി പരീക്ഷയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ടെസ്റ്റിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. ആൽഫ്രഡ് ബിനെ. ആൽഫ്രഡ് ബിനെയും തിയോഡർ സൈമണും ചേർന്ന് 1905 ഏകദേശം ഒരു 30 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇന്റലക്ച്വൽ ടെസ്റ്റ് തയ്യാറാക്കി. ഇന്റലിജൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്. അതിങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. അതിനുള്ള ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ട് ഒരാളുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഇന്റലക്ച്വൽ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബിനെ സൈമൺ സ്കെയിൽ. ബിനെ സൈമൺ സ്കെയിൽ. ഇനി മെന്റൽ ഏജ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? നമ്മളിപ്പോ പറഞ്ഞ ആൽഫ്രഡ് ബിനെയാണ് മെന്റൽ ഏജ് എന്ന ആശയം കൊണ്ടുവന്നത്. ഇപ്പൊ വ്യക്തികളുടെ മെന്റൽ ഡെവലപ്മെന്റ് അളക്കുന്നത് എങ്ങനെയാണ്? മെന്റൽ ഏജിന്റെ രൂപത്തിലാണ്. ഓരോരുത്തരുടെയും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ബാക്കി എല്ലാ ഡെവലപ്മെന്റും കൂടി ചേർന്ന് പല പല സ്റ്റേജസ് ആയിരിക്കും ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. അങ്ങനെ രൂപപ്പെടുന്ന മെന്റൽ ഏജ് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കാം. അത് അളക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? മെന്റൽ ഏജിന്റെ ബേസിസിലാണ്. മെന്റൽ ഏജ് നമുക്ക് എങ്ങനെ കിട്ടുക? ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി ആ കിട്ടുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മെന്റൽ ഏജ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ IQ, ഇന്റലിജൻസ് കോഷ്യന്റ്, ഒരാളുടെ ഇന്റലക്ച്വൽ എബിലിറ്റിയുടെ ഒരു മെഷർമെന്റ് ആണ്. IQ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ആരാണ്? വില്യം സ്റ്റേൺ. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം സ്റ്റേൺ ആണ് ഇന്റലിജൻസ് കോഷ്യന്റ് അഥവാ IQ എന്ന ടേം ഫസ്റ്റ് ടൈം ഉപയോഗിച്ചത്. മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ പെർസെൻറ്റേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ IQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. IQന്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ. IQ is equal to chronological age divided by mental age into 100. Chronological age into mental age, chronological age divided by mental age into 100. എന്താണ് മെന്റൽ ഏജ്? നമ്മൾ പറഞ്ഞു. എന്താ മെന്റൽ ഏജ്? ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നതാണ് മെന്റൽ ഏജ്. അപ്പോൾ എന്താണ് ക്രോണോളജിക്കൽ ഏജ്? നമ്മൾ ജനിച്ച അന്ന് തുടങ്ങി നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ഇത്ര വയസ്സായി നമ്മൾ പറയാറുണ്ട് അല്ലെ? അതിനെയാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. മെന്റൽ ഏജ് ഉണ്ട്, നമുക്ക് ക്രോണോളജിക്കൽ ഏജ് ഉണ്ട്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കൂ. 4 വയസ്സുള്ള കുട്ടീനെയും 5 വയസ്സുള്ള കുട്ടിയും, ഇവർ രണ്ടുപേരും ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ രണ്ടുപേർക്കും കിട്ടിയ സ്കോറുകൾ തുല്യമായിരുന്നു. അവരുടെ മെന്റൽ ഏജ് 5 ആണെന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരാൾക്ക് 4 ആണ്, ഒരാൾക്ക് 5 ആണ്. മെന്റൽ ഏജ് 5 ആണെന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ IQ എത്രയായിരിക്കും? IQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? IQ is equal to മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാന്ന് നോക്കി പറയൂ. കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടാ.
മാം ക്രോണോളിക്കൽ ഏജ് ബൈ മെന്റൽ ഏജ് അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ തെറ്റുണ്ട് അല്ലേ? ഇത് 5 വയസ്സുള്ള കുട്ടിയുടെയും ഇത് 4 വയസ്സുള്ള കുട്ടിയുടെയാണ് കേട്ടോ. അപ്പൊ ശരിയായില്ലേ? ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യൂ. ഇവിടെ ടൈപ്പ് ചെയ്തതിൽ എന്തൊരു എറർ വന്നാണ്, അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ആൻസർ എത്ര കിട്ടുന്നത് നോക്കൂ. നമ്മുടെ ഇക്വേഷൻ ഇവിടെ തന്നാലും മിസ്റ്റേക്ക് ആണ് കേട്ടോ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ആണ് കേട്ടോ. ഇപ്പൊ റെഡി ആയില്ലേ? മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി മാപനം എന്ന് പറഞ്ഞാൽ IQ അത് എത്രയായിരിക്കും? IQ എത്രയായിരിക്കും? മെന്റൽ ഏജ് 5 ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് 4 ഇൻറ്റു 100. ആൻസർ എത്ര വന്നു? 125 എന്ന് വന്നു. സിമിലർലി 5 വയസ്സുള്ള കുട്ടിയുടെ IQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ്. അപ്പൊ 5 എന്ന് പറയുന്നതാണ് മെന്റൽ ഏജ്, 5 എന്ന് പറയുന്നതാണ് ക്രോണോളജിക്കൽ ഏജ്. അപ്പൊ 5/5 1 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. അപ്പൊ എപ്പോഴും മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ IQ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം ആണെങ്കിൽ അവരുടെ IQ എത്രയായിരിക്കും? 100 ആയിരിക്കും. 100ൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ബുദ്ധിക്കുറവാണെന്ന്. 100ൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ബുദ്ധി കൂടുതലാണെന്ന്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന് തന്നെ റേഞ്ചുകൾ നമ്മൾ ഒരു ടേബിളായിട്ട് തരാം. അപ്പൊ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പലതരം ക്ലാസിഫിക്കേഷൻസ്, പേരിട്ട് വിളിച്ചിരിക്കുന്ന പലതരം പേരുകൾ നമുക്ക് കാണാം. അപ്പോൾ മിനിമം 100 ആണ് ഒരു കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഒരുപോലെ പോകണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ കുറവാണെങ്കിൽ ബുദ്ധി കുറവെന്നും, 100ൽ കുറവാണെങ്കിൽ ബുദ്ധി കുറവെന്നും, 100ൽ കൂടുതലാണെങ്കിൽ ബുദ്ധി കൂടുതലാണ്, ബ്രൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കും. ഇനി ഇന്ത്യയിൽ ബുദ്ധിമാപനം എന്ന് പറഞ്ഞ IQ ടെസ്റ്റിംഗ് നടത്തിയത് ആരാണ്? ഡോക്ടർ CH റൈസ് ആണ്. ബിനെ സൈമൺ സ്കെയിലിന്റെ അതിന്റെ ഒരു രീതി ഫോളോ ചെയ്തിട്ട് ഹിന്ദുസ്ഥാൻ ബിനെ പെർഫോമൻസ് സ്കെയിൽ പുറത്തിറക്കിയ ആളാണ് ഡോക്ടർ CH റൈസ്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ CAVD എന്ന IQ ഇന്റലിജൻസ് സ്കെയിലാണ് കേട്ടോ. അത് ബുദ്ധി ശോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് സ്കെയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. CAVD എന്ന ഇന്റലിജൻസ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തെടുത്തത് തോണ്ടൈക്ക് ആണ്. തോണ്ടൈക്കിന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ പേരൊന്നും ഓർത്ത് വെച്ചോളൂ, CAVD. അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സിലബസിലൊന്നും തന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പേര് കണ്ടപ്പോൾ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് IQ സ്കോർസ്. 140 മെന്റൽ ഏജ് IQ 140നേക്കാൾ കൂടുതലാണെങ്കിൽ അവർ ജീനിയസ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. 120 തുടങ്ങി 139 വരെയുള്ളവരെ സുപ്പീരിയർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. 110 തുടങ്ങി 119 വരെയുള്ളവരെ ഹൈ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജിൽ നിന്ന് മുകളിൽ എത്ര അന്ന് ഉദ്ദേശിക്കുന്നു. 90 തുടങ്ങി 109 വരെ ആവറേജ് സ്റ്റുഡൻസ് ആണ്. 80 തുടങ്ങി 89 വരെ ബിലോ ആവറേജ് ആണ്. 70 to 79 ബോർഡർ ലൈൻ ആണ്. ബിലോ 70 നമ്മൾ അതിനെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയവരുടെ IQ എപ്പോഴും ലെസ് ദാൻ 70 ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 140 ഉള്ളവര് എക്സ്ട്രീം ജീനിയസുകളായിരിക്കും. അപ്പൊ ഈ ജീനിയസും ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയ കുട്ടികളും മിക്സ് ചെയ്ത് വരുന്ന ഒരു ഇൻക്ലൂസീവ് ക്ലൈമറ്റിലായിരിക്കും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പൊ രണ്ട് കൂട്ടരെയും അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇൻക്ലൂഷൻ എന്നുള്ള സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ 1-2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹു പ്രപ്പോസ്ഡ് ദ ടേം IQ?
IQ എന്ന ടേം പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ബിനെ, സ്റ്റേൺ, ഗാൾട്ടൻ, വെഷ്ലർ. ആരായിരുന്നു? സ്റ്റേൺ ആയിരുന്നു അല്ലെ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ വെർബൽ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്? വെർബൽ ടെസ്റ്റും നോൺ വെർബൽ ടെസ്റ്റും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തന്നിട്ടില്ല. നമുക്ക് ടെസ്റ്റുകളുടെ പേരുകൾ മാത്രമായിട്ടല്ലാതെ എന്താണ് ടെസ്റ്റ് എന്ന് കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുകൊണ്ട് അതിനെ ഞാൻ ഒന്ന് ഒഴിവാക്കി വിട്ടേക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഹു ഡെവലപ്ഡ് ദി ഫസ്റ്റ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ടെസ്റ്റ്? ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? സ്റ്റേൺ ആണോ, സൈമൺ ആണോ, ബിനെ ആണോ, വെഷ്ലർ ആണോ? ആദ്യത്തെ ടെസ്റ്റ് ഉണ്ടാക്കിയത് ബിനെയാണ്. ബിനെയും സൈമണും ചേർന്നിട്ട് പിന്നീട് അതിനൊന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്തതെന്ന് മാത്രം. ഫസ്റ്റ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ടെസ്റ്റ് ബിനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഇൻ വിച്ച് ഇന്റലിജൻസ് ടെസ്റ്റ് ബ്ലോക്ക് ഡിസൈൻസ് ആർ യൂസ്ഡ്? ഇതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോസ് ടെസ്റ്റ്, ബിനെ, സൈമൺ ടെസ്റ്റ്, ഓരോ ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കാം. ഇനി ഇതിനോട് ചേർന്ന് നമ്മുടെ കേട്ടറ്റ് സിലബസ് കാറ്റഗറി 2 കിടക്കുന്ന ഒരു ടേം ആണ് സ്റ്റേൺബർഗ്സ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയാണ്. ട്രയാർക്കിക് തിയറി എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. അപ്പൊ നമ്മുടെ ബുദ്ധിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസിനെ കുറിച്ചുള്ള റോബർട്ട് ജെ സ്റ്റേണിന്റെ ഒരു തിയറിയാണ്, സ്റ്റേൺബർഗിന്റെ ഒരു തിയറിയാണ് ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത്. സ്റ്റേൺബർഗിന്റെ തിയറിയാണ് ട്രയാർക്കിക് തിയറി. ഇതില് 2 കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ഇന്റേണൽ തോട്ട്സ്. ഇന്റേണൽ ആയിട്ടാണല്ലോ നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ തോട്ട്സ്. അതും നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സ്പ്രസ് ചെയ്യുന്ന ചില ആക്ഷൻസും എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ് എന്നതാണ് സ്റ്റേൺബർഗ് ഈ ഒരു തിയറി കൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചിന്തയും എക്സ്റ്റേണൽ ആക്ഷൻസും എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു, ഇതാണ് സ്റ്റേൺബർഗിന്റെ തിയറിയിൽ പറയുന്നത്. ഇതില് ബുദ്ധിക്ക് 3 തലങ്ങൾ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘടകമാണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്. ഇത് അനലൈറ്റിക്കൽ സ്കിൽസിനെയാണ് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അടുത്തത് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്. ഇത് ഏത് സ്കിൽസിനായിരിക്കും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക? ക്രിയേറ്റിവിറ്റിനെ ആയിരിക്കും. മൂന്നാമത്തേതാണ് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്. ഇത് പ്രാക്ടിക്കൽ സ്കിൽസിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് കോസ് ഇഫക്റ്റ് റിലേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കുറച്ച് ലോജിക്കലി ചിന്തിച്ച് ഒന്നിൽ കൂടുതൽ കോൺസെപ്റ്റ്സ് തമ്മിലുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ്സ്ലൈഡ് എന്നതൊരു കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിന്റെ പിന്നിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇതിലെ ഏത് കാരണമാണ് ലാൻഡ്സ്ലൈഡിന് കാരണമായത്? ഇങ്ങനെ ഒരു കോസും ഇഫക്റ്റും തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് കുറെ റീസൺസ് ചിലപ്പോൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് ഒന്ന് മാത്രം പിക്ക് ചെയ്യാൻ, അത് ലോജിക്കലി ചിന്തിച്ച് പിക്ക് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പെട്ടെന്നുണ്ടാകുന്ന പുതിയ പുതിയ ഇഷ്യൂസിനെ പരിഹരിക്കാനുള്ള ഒരു എബിലിറ്റിയാണ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മെക്കാനിക്കലി നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അതും എന്തിന്റെ പാർട്ട് തന്നെയാണ്? ഈ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസിന്റെ പാർട്ടാണ്. എന്നാൽ അതിന്റെ കൂടെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഒന്നുകൂടി ഇൻസൈറ്റ്ഫുള്ളി നമ്മൾ ഒന്നുകൂടി ചിന്തിച്ച് സ്വതന്ത്രമായിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസിന്റെ എക്സാക്ട് ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സിറ്റുവേഷണൽ സ്മാർട്ട് ആൻഡ് സ്ട്രീറ്റ് വൈസ് ഇന്റലിജൻസ്. ഇത് 2 ടേംസ് ആണ്. കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസിനെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ്. സിറ്റുവേഷണൽ സ്മാർട്ട്, മറ്റൊരു ടേമാണ് സ്ട്രീറ്റ് വൈസ് ഇന്റലിജൻസ്. ഇങ്ങനെ 2 പേരിൽ അറിയപ്പെടുന്ന ഇന്റലിജൻസ് ആണ് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്.
ഇത് കൂടാണ്ട് മറ്റൊരു രീതിയിൽ ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രായോഗിക ബുദ്ധിയോട് കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്ട് ആവുക. അങ്ങനെ ചെയ്യുന്ന വഴി പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാനും മറ്റുള്ളവരുടെ അപ്രീസിയേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ടോട്ടൽ 3 ടൈപ്പ് കമ്പോണൻസ് ആണ് എന്തിലുള്ളത്, നമ്മുടെ ഇന്റലിജൻസിനുള്ളത് എന്നാണ് സ്റ്റേൺബർഗിന്റെ തിയറി പറയുന്നത്. ഇതൊരു ബേസിക് ഒരു തിയറി ആയിട്ട് മാത്രം കണ്ടാൽ മതി, നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 കമ്പോണൻസ് എന്താണെന്നും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കണമെന്നും നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇന്റലിജൻസ് എന്താന്ന് നമ്മൾ കണ്ടു, ഇന്റലിജൻസ് കോഷ്യന്റ് എന്താന്ന് കണ്ടു. ഇന്റലിജൻസ് കോഷ്യന്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഈക്വൽ ആയി വരികയാണെങ്കിൽ അവരുടെ ഇന്റലിജൻസ് 100 ആയിരിക്കും. അവരുടെ ഇന്റലിജൻസ് 100 ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് 100 ആയിരിക്കും. നമ്മൾ അങ്ങനെയുള്ളവരെയാണ് നോർമൽ കിഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റലിജൻസ് അതിനേക്കാൾ IQ അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് അവർക്ക് ബുദ്ധി കൂടുതലാണ് എന്നുള്ള രീതിയിലും, അതിനേക്കാൾ കുറവാണെങ്കിൽ ബുദ്ധി കുറവ് എന്ന രീതിയിലുമാണ് ട്രീറ്റ് ചെയ്യപ്പെടാറ്. IQ 70ക്ക് താഴെ പോയാൽ നമ്മൾ അവരെ ഇന്റലക്ച്വലി ഡിസേബിൾഡ് പീപ്പിൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. 140യേക്കാൾ മുകളിലാണെങ്കിൽ എക്സ്ട്രീംലി ജീനിയസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കണ്ടത് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയാണ്. ട്രയാർക്കിക് തിയറിയിൽ നമ്മുടെ ഇന്റേണൽ തോട്ട്സും എക്സ്റ്റേണലി നമ്മൾ കാണിക്കുന്ന പ്രകടനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ് പറയുന്നത്. 3 ഘടകങ്ങൾ അതിൽ പറഞ്ഞു. കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു ഒന്നാമത്തെ. അത് അനലിറ്റിക്കൽ സ്കിൽസ് കൂടുതലുള്ളവരിലാണ് കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അവർക്കാണ് ഈ ഒരു ഇന്റലിജൻസ് ഉള്ളത്. അടുത്തത് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു. എന്താണ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്? ഓൾറെഡി ഉണ്ടായ എക്സ്പീരിയൻസസിന്റെ ബലത്തിൽ പുതിയ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് കോണ്ടെക്സ്റ്റൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സ്കിൽസ് കൂടുതലായിട്ട് ഉള്ളവരെയാണ് നമ്മൾ ഈ ഒരു എബിലിറ്റി കൂടുതലുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കൂ. അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിലേക്ക് കിടക്കാം. ഓക്കെ, 2 മിനിറ്റ് സമയം തരാം, ഒന്ന് വായിച്ചു നോക്കണേ. എല്ലാവരും ഒന്ന് വായിച്ചെത്തിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ആരെങ്കിലും വായിച്ചു കഴിയാത്തുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. 5 പേജാണ് ടോട്ടൽ നോക്കാനുള്ളത്. കഴിഞ്ഞോ എല്ലാവരുടെയും? അടുത്തതിലേക്ക് കിടക്കാറോ അല്ലെ? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. മനുഷ്യരെ
മറ്റ് മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷ എന്ന് പറയുന്നതിൽ രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഫോണറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഫോണീംസ്, അതും അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഫോണീംസും സിൻടാക്സും കൂടി ചേർന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിച്ചവർക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. സബ്ജക്ട്സ് പഠിച്ചവർക്ക് ചിലപ്പോൾ ഫോണീംസും സിൻടാക്സും അത്ര അറിയുന്നുണ്ടാവില്ല. ഈ രണ്ട് ടേംസ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഫോണീംസും സിൻടാക്സും ഇത് രണ്ടും ചേർന്നതാണ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഭാഷാ വികസനം, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നത് ഓരോരുത്തരുടെയും അവനവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഫോർമേഷൻ, ആ ഒരു സാധനത്തിനെ ആശ്രയിച്ചിരിക്കും. ഒരാളുടെ ഉള്ളിലുള്ള ആശയത്തിനെ ആശ്രയിച്ചാണ് അയാളുടെ ഭാഷാ വികസനം നടക്കുക. ഭാഷാ വികസനങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളാണ് ചിന്തയായിട്ട് മാറുന്നതും അത് ഭാഷയായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത് പല തലത്തിലാണ് നടക്കുക. ആ തലങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെയാണ് സെൻസേഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യത്യസ്തമായ സെൻസ് ഓർഗൻസ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ആ ഇൻപുട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്റ്റീവ് ആയിട്ട് എടുക്കുന്നതാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ നടന്നതിന് ശേഷം അത് എവിടേക്ക് പോകും? മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ മനസ്സിൽ ഒരു മെന്റൽ ഇമേജ് ആയിട്ട് ഫോം ചെയ്യും. ഇതിനെയാണ് കമ്പയർ ചെയ്യുക. മുമ്പ് ഉണ്ടായിരുന്ന ഏതെങ്കിലും കോൺസെപ്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തട്ടിച്ചു നോക്കാൻ പറ്റും, കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി മുമ്പുള്ള ഏതെങ്കിലും ഒന്നായിട്ട് ലിങ്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ അതിനൊരു കോൺസെപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ കോൺസെപ്റ്റാണ് റീസണിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ലാംഗ്വേജ് ആയിട്ട് മാറും. അപ്പൊ ഈ ഓരോന്നും ഓർഡർ വൺ ബൈ വൺ ഓർഡർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു അതിന്റെ ഓർഡർ? ഒന്ന് സെൻസേഷൻ, 2 പെർസെപ്ഷൻ, 3 മെമ്മറി, 4 ഇമാജിനേഷൻ, 5 കമ്പാരിസൺ, 6 കോൺസെപ്റ്റ്, 7 റീസണിങ്. റീസണിങ്ങിലാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ഒക്കെ ആയിട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിയാഷെ, നോം ചോംസ്കി, വൈഗോട്സ്കി, ഇവർ 3 പേരുമാണ്. ഇവർ 3 പേരുടെയും ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ സൈക്കോളജി ടെക്സ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്യും കേട്ടോ. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെയും അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഹോൾ ലാംഗ്വേജ് അപ്രോച്ച് എന്നൊരു ഐഡിയോളജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള ഭാഷാ പഠനത്തിനൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം ലാംഗ്വേജ് ടീച്ചിങ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഒന്നാമത്തെ ലിസണിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ കേൾക്കാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം സ്പീക്കിംഗ്, കേട്ട കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? വായിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് റൈറ്റിങ്ങിലേക്ക് നയിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒരു സീക്വൻഷ്യൽ ഓർഡർ ഭാഷ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട് പഠിക്കും. കേട്ട കാര്യങ്ങൾ പറയാനായിട്ട് കുട്ടികളെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കും. അതിനുശേഷം വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ കുട്ടികൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പതിയെ കുട്ടികൾ തനിയെ വായിച്ചു പഠിക്കാൻ തുടങ്ങും. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ എക്സാംസ് ഒക്കെ നമ്മൾ ഏതിലേക്ക് മാറ്റും? റൈറ്റിംഗ് മെത്തേഡിലേക്ക് മാറ്റും. അപ്പൊ അത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ ഒരു ഓർഡർ അനുസരിച്ചാണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഭാഷ വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് ഡിസബിലിറ്റീസ്. കുറച്ച് 4 തരത്തിലുള്ള ഡിസബിലിറ്റീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ലെസ്പിങ്, പറഞ്ഞത് മാറിപ്പോയിട്ടാ. ലെസ്പിങ്
ചില അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന മാറ്റങ്ങൾ മൂലം നന്നേ ചെറുപ്പത്തില് എങ്ങനെയാണോ നമ്മൾ സംസാരിച്ചിരുന്നത് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറയാറില്ലേ കൊഞ്ചി കൊഞ്ചി സംസാരിക്കാനൊക്കെ, ഏതാണ്ട് ആ ഒരു രീതിയിലാണ് ലെസ്പിംഗ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതിന്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു സ്പീച്ച് ഡിസോർഡർ തന്നെയാണ്. പ്രൈമറിലി ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. സ്പെഷ്യലി എസ്, സെഡ് ഈ രണ്ട് സൗണ്ടുകൾ ഉൾപ്പെടുന്ന ചില വാക്കുകൾ വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ടേംസിനെ മറ്റേതെങ്കിലും പദങ്ങൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യും. ചില വാക്കുകൾ മാത്രം വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ലെസ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കുട്ടിത്തം വിട്ടുപോരാതെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കൊഞ്ചി കൊഞ്ചി പറയുന്നതുകൊണ്ടാണ് അത് കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം കുട്ടികൾ വല്ലാതെ ശിക്ഷണ നടപടികളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. ഓക്കെ, അടുത്താണ് സ്ലറിങ്. ഒന്നിലധികം ടേംസ് കൂടിച്ചേർന്ന് പോകുന്ന ഒരു പ്രത്യേകതര അവസ്ഥയാണ് സ്ലറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മോട്ടോർ ഡിസോർഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സംസാരിക്കുന്നതിനിടയിൽ ഒന്നിലധികം വാക്കുകൾ കൂടിച്ചേർന്ന് മിക്സപ്പ് ആയി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് മലയാളത്തിൽ ഇതിന്റെ കറക്റ്റ് ടേം അസ്പഷ്ടത എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കാര്യങ്ങൾ ക്ലിയർ ആവാതെ പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഒന്നിന് മേലെ ഒന്നായിട്ട് ഓവർലാപ്പ് ആയിട്ട് എന്താണ് പറയണതെന്ന് ക്ലിയർ ആവില്ല. പക്ഷെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു ഡിസബിലിറ്റിയാണ് സ്ലറിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാമറിങ്. നമ്മൾ വിക്കൽ എന്നൊക്കെ പറയാറുണ്ട്. വിക്കൽ എന്താ വിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു പോകും. ഇപ്പോ പട്ടി എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് വിക്ക്, സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. ഇനി ചില ശബ്ദങ്ങൾ കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ചില ചേഷ്ടകൾ കാണിക്കും. ആ ചേഷ്ടകൾ, മുഖത്തുള്ള ചില ചേഷ്ടകൾ വരുന്നതിനെയാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് തരം ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്, സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും. സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞാൽ വിക്കലാണ്, ഒരേ വാക്ക് ആവർത്തിച്ച് വരുന്നത്. സ്റ്റാമറിങ് പറയുന്നത് ചില ശബ്ദങ്ങൾ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ചേഞ്ചുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണമാണ് പ്രധാനപ്പെട്ട ഭാഷാ വൈകല്യങ്ങൾ. ലെസ്പിംഗ്, രണ്ടാമത് പറഞ്ഞത് സ്ലറിങ്, മൂന്നാമത് പറഞ്ഞത് സ്റ്റട്ടറിങ്, അതിനുശേഷം പറഞ്ഞത് സ്റ്റാമറിങ്. 4 എണ്ണമാണ് ടോട്ടൽ പറഞ്ഞത്. ഇനി ഓരോ സൈക്കോളജിസ്റ്റുകളും പല രീതിയിലാണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ 3 പേരുടെയാണ് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ആളാണ് പിയാഷെ. പിയാഷെനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിയാഷെയുടെ തിയറി ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ കുട്ടികളുടെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതിനെ പിയാഷെ 2 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഈഗോ സെന്റേർഡ് എന്നും രണ്ടാമത്തെ സോഷ്യലൈസ്ഡ് എന്നും. ഒന്നാമത്തെ ആവർത്തിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ തനിയെയുള്ള സംസാരം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. തനിയെ കുട്ടികൾ ആവർത്തിച്ച് സംസാരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഈഗോ സെന്റേർഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതില് കേൾവിക്കാരും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ തീരെ ചെറിയ പ്രായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള പാവക്കുട്ടികളോടും അല്ലെങ്കിൽ അവരുടെ ടോയ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കും കളിക്കുക. ഈ ഒരു സ്റ്റേജിനെയാണ് ഈഗോ സെന്റേർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു മെത്തേഡാണ് സോഷ്യലൈസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി വരുമ്പോൾ കുട്ടികൾ ആജ്ഞാപിക്കാൻ തുടങ്ങും, റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും,
ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് തുടങ്ങുന്നു. ഇതൊക്കെ ഏത് രീതിയിൽ ഉൾപ്പെടുന്നതാണ്? സോഷ്യലൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ ടോട്ടൽ 2 കാറ്റഗറിയാണ് പിയാഷെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈഗോ സെന്റേർഡും അതുപോലെ സോഷ്യലൈസ്ഡും. ഈഗോ സെന്റേർഡ് എന്ന് പറഞ്ഞാൽ കുട്ടി തന്നോട് തന്നെ സംസാരിക്കുകയാണ്. കളിക്കുന്നതിൻ്റെ ഇടയിലും ബാക്കി കാര്യങ്ങൾക്കിടയിലും തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ചിലർ വളർന്നു കഴിഞ്ഞാലും ഈ ഒരു ഈഗോ സെന്റേർഡ് സ്പീച്ച് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ എമൗണ്ട്, നമ്മൾ അതിന്റെ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ വളർന്നു വലുതായി കഴിയുമ്പോൾ ഈഗോ സെന്റേർഡ് എക്സ്പ്രഷൻസ് കുറവായിരിക്കും. ഓക്കെ, ആദ്യത്തെ 2-3 വയസ്സ് വരെയുള്ള കോൺവെർസേഷൻസ് ഒരുവിധം എല്ലാം ഈഗോ സെന്റേർഡ് ആണ്. അതിനുശേഷം സംഭാഷണം മെജോറിറ്റിയും സോഷ്യലൈസ്ഡ് ആയിട്ട് മാറും. പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കാനുള്ള ഒരു പ്രവണത കുറഞ്ഞു വരികയും മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു പ്രേരണ കൂടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ ഒരു 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. കുട്ടികൾ ഭയങ്കര ചെലയാണെന്നൊക്കെ പറയും. അവർക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറെ ആശയങ്ങൾ ചോദിക്കാനുണ്ട്, അവർ സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിനൊക്കെ കാരണം ഈഗോ സെന്റേർഡിൽ നിന്ന് അവർ സോഷ്യലൈസ്ഡ് സ്പീച്ചിലേക്ക് മാറുന്നതാണ്. ഈ ഒരു മാറ്റമാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് പിയാഷെയുടെ ഒരു ഐഡിയോളജി. അടുത്തതാണ് നമുക്ക് പറയാനുള്ളത് നോം ചോംസ്കിയുടെ ഭാഷ ഡെവലപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് പിയാഷെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് നോം ചോംസ്കിയിലേക്ക് കിടക്കാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറയണേ. വായിച്ചു കഴിഞ്ഞു എല്ലാവരും? വായിച്ചല്ലോ അല്ലെ? അടുത്ത പറയട്ടെ, നോം ചോംസ്കി. നോം ചോംസ്കി എന്ന് പറയുന്നത് ആധുനിക ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്ന ബേസിക് തിയറീസ് അല്ലെങ്കിൽ മോഡേൺ തിയറീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയും, അതിനെയൊക്കെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നോം ചോംസ്കി. നോം ചോംസ്കിയുടെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് കണ്ടെത്തിയ ആ ഒരു സെക്ഷൻ തുടങ്ങിയാണ് മോഡേൺ തിയറി ഡെവലപ്പ് ചെയ്തു വരുന്നത്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് നോം ചോംസ്കി. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് നോം ചോംസ്കിയാണ്. ഇനി യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞു. ആ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ്, കറന്റ് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻസ് ഓൺ ലാംഗ്വേജ്. ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് ആരാണ്? നോം ചോംസ്കിയാണ്. ഇനി ഭാഷ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മനുഷ്യന്റെ ബ്രെയിനിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടികൾ
അല്ലെങ്കിൽ ചെറിയ കുട്ടി വളർന്നു വലുതാവുമ്പോൾ ഭാഷ കൈവശപ്പെടുത്തുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏത് സംസ്കാരത്തിലായാലും അതെല്ലാം ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നത് നോം ചോംസ്കിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല പല സംസ്ഥാനങ്ങളും കേരളത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ആയിരിക്കില്ല ചിലപ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടാകും, അതുപോലെ ആയിരിക്കില്ല ജമ്മു കാശ്മീരിൽ ഉണ്ടാകും. അപ്പൊ ഓരോരുത്തരുടെയും കൾച്ചർ വ്യത്യാസമുണ്ട്. ആ കൾച്ചറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയി ബ്രെയിനിലുള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന്റെ സഹായത്തോടു കൂടിയാണ് ബ്രെയിനിന്റെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന്റെ സഹായത്തോടു കൂടിയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നാണ് നോം ചോംസ്കി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഏത് സംസ്കാരമായാലും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരേ തരത്തിലാണെന്നാണ് നോം ചോംസ്കി പറയുന്നത്. അത് മാത്രമല്ല, ഭാഷാ വികസനം ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ നടക്കുന്നു എന്നും ഇദ്ദേഹം കണ്ടെത്തി. ഭാഷയുടെ തന്നെ ഒരു പ്രിമച്വർ വേർഷൻ നമ്മുടെ ബ്രെയിനിലുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭാഷ നിർമ്മിച്ചെടുക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ കുട്ടീനെ ഭാഷ ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻസ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെ. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ്, അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. ഇത് നോം ചോംസ്കിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഇനി ലാംഗ്വേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോളജ് അത് വളർത്താനായിട്ട് സാധാരണഗതിയിൽ നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ യൂസ് ചെയ്തു വരുന്ന പ്രവർത്തനം ഏതാണ്? സംഭാഷണം, കഥാ അവതരണം, കവിതാലാപനം, അനുഭവ വിവരണം, യാത്രാ വിവരണം. ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട അറിവ് വളർന്നു വരുന്നത്. ഇപ്പോ വാക്കുകളോ വാക്യങ്ങളോ ഇതൊന്നുമല്ല, മനസ്സിൽ തങ്ങേണ്ടത് എന്താണ്? ആശയങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ ജസ്റ്റാൾട്ട്, ഈ ജസ്റ്റാൾട്ട് സൈക്കോളജിക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സമഗ്രതാവാദം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു വൈകാരിക ചിത്രം, എന്തിനെ കുറിച്ചാണെങ്കിലും ഒരു വൈകാരിക ചിത്രം വളർത്തിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ പ്രാപ്തരാക്കാനാണ് നമ്മൾ ഓരോ കുട്ടിയെയും ട്രെയിൻ ചെയ്യേണ്ടത്. ഇതാണ് ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ നോം ചോംസ്കിയുടെ ഒരു ഐഡിയ. അപ്പോൾ വാക്കുകളോ വാക്യങ്ങളോ കൺസ്ട്രക്ട് ചെയ്യാനല്ല, പകരം ഒരു മെന്റൽ ഇമേജ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഭാഷ പഠനം കുട്ടികളെ സഹായിക്കേണ്ടത്. ഇതാണ് നോം ചോംസ്കിയുടെ ഐഡിയോളജി. ഓക്കെ, ഇപ്പൊ നോം ചോംസ്കിയുടെയും നമ്മൾ ആദ്യം പറഞ്ഞ പിയാഷയുടെയും ഐഡിയോളജീസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ അത്ര സിമിലാരിറ്റി ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ള ടേം കേട്ടുകഴിഞ്ഞാൽ ആദ്യം ആരെ ഓർക്കണം? നോം ചോംസ്കിനെ ഓർക്കണം. മോഡേൺ ലാംഗ്വേജ് ലേണിംഗിന്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നോം ചോംസ്കിയാണ്. ഓക്കെ, ബ്രെയിനിലുള്ള ഒരു ഡിവൈസ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ സഹായത്തോടു കൂടിയാണ് എല്ലാവരിലും ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ് 2 മിനിറ്റ് സമയം എടുത്ത് നോം ചോംസ്കിയുടെ സെക്ഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ വൈഗോട്സ്കിയുടെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.
എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. അടുത്തുകൂടി പറയാലോ. വൈഗോട്സ്കി. വൈഗോട്സ്കിയും പിയാഷയുടെ ഒക്കെ തിയറീസ് പഠിച്ചിട്ടുണ്ട്. ആ തിയറീസുമായിട്ട് കണക്റ്റഡ് അല്ല ഇത് കംപ്ലീറ്റ്ലി ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആകും ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, സമൂഹത്തിന്റെ സംസ്കാരവും സമൂഹത്തില് അതിൻ്റെ ഉള്ളിൽ അണ്ടർലൈൻഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അന്തർലീനമായ എന്നൊക്കെ പറയുന്നില്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ശക്തമായി വാദിച്ച ആളാണ് വൈഗോട്സ്കി. ഓക്കെ, അപ്പോൾ ഭാഷയ്ക്കും അതുപോലെ തന്നെ ചിന്തയ്ക്കും രണ്ടിനും രണ്ട് ജനറ്റിക് ഒറിജിൻസ് ആണ് ഉള്ളത്. രണ്ട് വ്യത്യസ്ത രീതിയിലാണ് വളർന്നു വരുന്നത് എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഈഗോസെൻട്രിക് ടോക്ക് എന്നുള്ളൊരു ഐഡിയ ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഇതിനു മുമ്പ് പിയാഷയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഈഗോസെൻട്രിക് ടോക്ക് വെറും അർത്ഥശൂന്യമായ ഒരു ആക്ട് അല്ല, പകരം അത് മീനിങ് ഫുൾ ആണ് എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഒരു സംസാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് വെർബൽ സ്പീച്ച് ടു ഇന്റേണൽ ഡയലോഗ്, ഈ ഒരു ട്രാൻസിഷനെ കുറിച്ച് ആശയങ്ങൾ പങ്കുവെച്ച ആളാണ് വൈഗോട്സ്കി. ഇപ്പൊ എന്താണ് ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് ടോക്കും എന്താണ് ഇന്റേണൽ ടോക്കും? നമ്മൾ തൊട്ടു മുമ്പ് എന്താണ് ഈ രണ്ട് ടേംസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണലി നമ്മുടെ ചുറ്റുപാടുള്ളവരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ആ സോഷ്യലൈസ്ഡ് ടോക്ക്, അതിൽ നിന്ന് എന്തിലേക്ക് മാറുന്നു? ഈഗോസെൻട്രിക് ആയിട്ടുള്ള ടോക്കിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ തിരിച്ചു നടക്കുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ നടക്കുന്നു എന്നാണ് വൈഗോട്സ്കിയുടെ ഒരു ഐഡിയോളജി. ഈ രണ്ട് ടേംസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ കോൺസെപ്റ്റ്സ് ഒക്കെ ആദ്യം ഇന്റേണലൈസ് ചെയ്യാണ് ചെയ്യാറ് അല്ലെ. നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടാവും. ഇന്റേണലൈസേഷൻ, ആന്തരീകരണം എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ കോൺസെപ്ച്വലൈസേഷൻ എന്ന് വേണമെങ്കിലും പറയും. ആ ഒരു ഇന്റേണലൈസേഷൻ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ട്രിഗർ ചെയ്യുന്നത്. ആ തോട്ട് പ്രോസസ്സിനെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്നാണ് നമ്മുടെ ഒരു യുക്തിചിന്ത വളർന്നു വരുന്നത്, നമ്മുടെ ലാംഗ്വേജ്, പുറത്തേക്ക് വരുന്ന ലാംഗ്വേജ് വളർന്നു വരുന്നത്. അപ്പൊ കോൺസെപ്റ്റ്സ് ഒക്കെ ഇന്റേണലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ചിന്തയും നമ്മുടെ തോട്ടും നമ്മുടെ സംസാരവും തമ്മിൽ സമ്പൂർണമായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നില്ല. അങ്ങനെ എക്സാക്ട്ലി യോജിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഭയങ്കര വ്യത്യസ്തമായിട്ടായിരിക്കും നടക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റോഡ് ലേണിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട്. റോഡ് ലേണിംഗ് ചുമ്മാ ഇങ്ങനെ കാണാണ്ട് വായിച്ച് പഠിക്കുക. അങ്ങനെ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലേക്ക് ഈ വായിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങൾ രജിസ്റ്റർ ആകുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മുടെ ചിന്ത എന്താവുന്നില്ല, ട്രിഗർ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഭാഷയും അതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ തോട്ട്സും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയിക്കോണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ കണക്റ്റഡ് ആക്കുന്നിടത്താണ് ഒരു ടീച്ചറുടെ വിജയം. മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ലാംഗ്വേജസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണെങ്കിൽ പോലും, കുട്ടികൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ്സ്, അവർ ഇന്റേണലൈസ് ചെയ്ത കോൺസെപ്റ്റ്സ് അവരെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അവരുടെ വിജയിക്കുന്നത്. അപ്പൊ അങ്ങനെ കോൺസെപ്റ്റ്സ് ഇന്റേണലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ കർത്തവ്യം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മുമ്പത്തെ ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കുട്ടികളിൽ തോട്ടും ലാംഗ്വേജും രണ്ടും ഒന്നിച്ചല്ല ഡെവലപ്പ് ചെയ്യുന്നത്.
രണ്ടും രണ്ട് ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് എന്ന് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത സൈക്കോളജിസ്റ്റ് ആരാണ്? ഓപ്ഷൻസ് 3 തന്നിരിക്കുന്നത്. വൈഗോട്സ്കി ഉണ്ട്, നോം ചോംസ്കി ഉണ്ട്, പിയാഷെ ഉണ്ട്. ചോദ്യം ഒന്നുകൂടി പറയാം. കുട്ടികളില് തോട്ടും ലാംഗ്വേജ് ഡെവലപ്മെന്റും രണ്ടും ഒന്നിച്ച് അല്ല നടക്കുന്നത്, രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് നടക്കുന്നത്. ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്ത സൈക്കോളജിസ്റ്റ് ആരാണ്? നോം ചോംസ്കി ആണോ, വൈഗോട്സ്കി ആണോ, പിയാഷെ ആണോ? ഉത്തരം ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ആരായിരിക്കും? കുട്ടികളിൽ ഭാഷയും ലാംഗ്വേജും തോട്ടും രണ്ടും ഒന്നിച്ചല്ല ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വേറൊരു ജനറ്റിക് സ്ട്രക്ചർ ഉണ്ട്, തോട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു ജനറ്റിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് വാദിച്ച ആളാണ് ഇതിന്റെ ഉത്തരം. അത് ആരാണെന്ന് പറഞ്ഞാൽ മതി. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനൊരു ഡിവൈസ് ഒക്കെ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന നോം ചോംസ്കിയാണ് അതിന്റെ ഉത്തരം. അപ്പൊ കുട്ടികളിൽ തോട്ടും ലാംഗ്വേജും രണ്ടും രണ്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നോം ചോംസ്കി പറഞ്ഞിരിക്കുന്നത്. ഇനി ഭാഷയ്ക്കും എന്ന് പറഞ്ഞ ലാംഗ്വേജിനും നമ്മുടെ തോട്ടിനും രണ്ട് ജനറ്റിക് റൂട്ട്സ് ആണോ ഉള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് വൈഗോട്സ്കിയാണ്. രണ്ട് ഡിഫറെന്റ് ജനറ്റിക് റൂട്ട്സ് ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. രണ്ട് ചോദ്യങ്ങളുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുട്ടികളിൽ തോട്ടും ലാംഗ്വേജും രണ്ടും രണ്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്ന അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. പക്ഷെ രണ്ടിനും രണ്ട് ജനറ്റിക് റൂട്ട്സ് ആണ് ഉള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈഗോട്സ്കിയാണ്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കുകയാണ്. which pair constitutes the productive skills among 4 language skills? നമ്മൾ 4 ലാംഗ്വേജ് സ്കിൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ലിസണിങ്, റൈറ്റിങ്, പിന്നെ ഏതൊക്കെയായിരുന്നു? സ്പീക്കിംഗ് ഉണ്ടായിരുന്നു, റീഡിങ് ഉണ്ടായിരുന്നു. ഈ 4 ലാംഗ്വേജ് സ്കിൽസിന് പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിസണിങ് ആണോ, സ്പീക്കിംഗ് ആണോ, റീഡിംഗ് ആണോ, റൈറ്റിംഗ് ആണോ? പ്രൊഡക്റ്റീവ് ഏതാണ്? റൈറ്റിംഗ് കറക്റ്റ് ആണ്. അപ്പോ സ്പീക്കിംഗ് പ്രൊഡക്റ്റീവ് അല്ലേ? അല്ലേ? രണ്ടെണ്ണാണ് ഇതിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത്. ഒന്ന് സ്പീക്കിങ്ങും ഒന്ന് റൈറ്റിങ്ങും ആണ് കേട്ടോ. രണ്ടെണ്ണം ഒരുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ.
അടുത്തൊരു ചോദ്യം. Which of the following is a key concept in Vygotsky's theory of language development? Which of the following is a key concept in Vygotsky's theory of language development? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, രണ്ടാമത്തെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, മൂന്നാമത്തെ യൂണിവേഴ്സൽ ഗ്രാമർ, നാലാമത്തെ ബിഹേവിയറിസം. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. ഏതാണ് വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് തിയറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണോ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണോ, യൂണിവേഴ്സൽ ഗ്രാമർ ആണോ, ബിഹേവിയറിസം ആണോ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ബാക്കി അതിലുള്ള ടേംസ് അറിയാലോ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ടുവന്നത് ആരാണ്? നോം ചോംസ്കി ആണ്. യൂണിവേഴ്സൽ ഗ്രാമർ അത് കൊണ്ടുവന്നത് ആരാണ്? അതും നോം ചോംസ്കി തന്നെയാണ്. അതിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് മാത്രമാണ് ആരുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ? വൈഗോട്സ്കി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി ഒന്ന് കേട്ടു നോക്കിയുള്ളൂ. ഇതിൽ ചിലപ്പോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരാം, എന്നാലും നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ലാംഗ്വേജ്? ലാംഗ്വേജിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? ഒന്ന് ഫോണോളജി, രണ്ട് മോർഫോളജി, മൂന്ന് സിൻടാക്സ്, നാല് മോട്ടോർ സ്കിൽസ്. ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, മോട്ടോർ സ്കിൽസ്. അറിയോ? ഉത്തരം അറിയാമോ? യെസ്, മോട്ടോർ സ്കിൽസ് ആണ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മോർഫോളജി? മോർഫോളജി എന്ന് പറയുന്നത് എന്താ? മോർഫോളജി കേട്ടിട്ടുണ്ടോ അതിന് മുമ്പ് ഈ വാക്ക്? നമ്മള് 2 വാക്ക് ഇതിൽ പരിചയമുള്ളതുണ്ടാവും. ഏതൊക്കെയാണ്? സിൻടാക്സ് കേട്ടിട്ടുണ്ടായിരുന്നു, ഫോണറ്റിക്സ് ഫോണോളജി കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? മോർഫോളജി എന്ന് പറയുന്നത് വേർഡ്സ് ഫോം ചെയ്യാനുള്ള വേർഡ് ഫോർമേഷനെയാണ് മോർഫോളജി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോണോളജി എന്ന് വെച്ചാൽ ഫോണറ്റിക്സ് ആണ്, മോർഫോളജി എന്ന് പറഞ്ഞാൽ വേർഡ് ഫോർമേഷൻ ആണ്, സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് എക്സാം ആവാറായി അറിയാലോ. അപ്പൊ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഈ സിൻടാക്സും മോർഫോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല ടേംസ് നിങ്ങൾ ചിലപ്പോൾ കാണും. സെമാറ്റിക്സ് അല്ലെങ്കിൽ മോർഫീം, ഇങ്ങനെ പല പല ടേംസ് കാണും. ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. നമുക്കതിന്റെ ജനറൽ കോൺസെപ്റ്റ്, ബാക്കി സബ്ജക്റ്റുകൾ അതിന്റെ ജനറൽ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാലും മതി. ഓക്കെ, അപ്പൊ ലാഡ് കൊണ്ടുവന്നത് ആരാണ്, യൂണിവേഴ്സൽ ഗ്രാമർ കൊണ്ടുവന്നത് ആരാണ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇല്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.